So dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി ഇൻ അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ്. നമ്മൾ എഫിഷ്യൻസി എങ്ങനെയാണ് പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് എഫിഷ്യൻസി നമ്മൾ കൈവരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ രണ്ട് ഫോംസ് ആണുള്ളത്, എയും ബിയും. ഓക്കെ, ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ രണ്ട് ഫോംസ് ആണുള്ളത്, എ ആൻഡ് ബി. ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്, ലേബറും ക്യാപിറ്റലും. നമ്മൾ നേരത്തെ എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, ചെറിയ ഡിഫറൻസ് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി രണ്ട് ഫോംസ് ഉണ്ട്. ദർ ആർ ടു ഫാക്ടേഴ്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഇതെല്ലാം നമ്മൾ എന്താണ് എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ചിൽ ഇതെല്ലാം എന്താണ് ഇൻഡിഫറൻസ് കർവ് ആയിരുന്നു. എ എന്ന് പറയുന്ന ഫേമിന്റെ കൺസ്യൂമറിന്റെയും ബി എന്ന് പറയുന്ന കൺസ്യൂമേഴ്സിന്റെയും ഇൻഡിഫറൻസ് കർവ്സ് ആണ് നമ്മൾ ഈ A1 A2 A3 A4ഉം B1 B2 B3 B4ഉം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, ഇത് ഐസോ ക്വാണ്ട് ആണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഐസോ ക്വാണ്ട് ആണ്. ആൻഡ് ഇവിടെ A1 A2 A3 A4 എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന ഫേമിന്റെ ഐസോക്വാൻസ്, A1 A2 A3 A4 എന്ന് പറയുന്നത് എന്താണ്, ഐസോക്വാൻസ്. ദാറ്റ് ഈസ് ഈ ഓരോ പോയിന്റും ഈ ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലൈക്ക് ഈ A1ൽ നിന്ന് A2ലേക്ക് പോകുമ്പോഴും പിന്നീട് A3 A4ലേക്ക് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, എ എന്ന് പറയുന്ന ഫേമിന്റെ ഔട്ട്പുട്ട് കൂടുന്നു. A1ൽ നിന്ന് A4ലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, എ എന്ന് പറയുന്ന ഫേമിന്റെ ഔട്ട്പുട്ട് കൂടുന്നു. ആൻഡ് ബി എന്ന് പറയുന്ന ഫേമിന്റെ നോക്കുവാണെങ്കിൽ B1 B2 B3 B4. അപ്പൊ ഈ B1ൽ നിന്ന് B4ലേക്ക് വരുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് ഓഫ് ബി ഇൻക്രീസസ്. ഓക്കെ, ഫേം ബി ഇൻക്രീസസ്. നേരെ തിരിച്ചും, അതായത് A4ൽ നിന്ന് A1ലേക്ക് വരുമ്പോൾ എയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറയുന്നു. അതുപോലെ തന്നെ B4ൽ നിന്ന് B1ലേക്ക് B4 B3 B2 B1 അങ്ങനെ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഐസോ ക്വാണ്ട് ആണ്. ഓക്കെ, ഐസോ ക്വാണ്ട് ആണ്, പ്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എ എന്ന് പറയുന്ന ഫേം ഉണ്ട്, ബി എന്ന് പറയുന്ന ഫേം ഉണ്ട്. സോ നമ്മളിപ്പം ഒരു അനലിറ്റിക്കൽ എന്താണ് അധികം ഡിഫിക്കൽട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്, എ എന്ന് പറയുന്ന ഫേം എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ബി എന്ന് പറയുന്ന ഫേം പ്രൊഡ്യൂസിങ് വൈ. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് ഐസോക്വാണ്ട് നമുക്കറിയാം എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ. ഓക്കെ, MRTS L4K എന്നുള്ളതാണ് സ്ലോപ്പ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, യെസ്, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ഇൻഡിഫറൻസ് കർവ് A1ഉം B4ഉം ടാൻജന്റ് ആവുന്ന പോയിന്റ് എ, അതുപോലെ തന്നെ B3യും B2ഉം ടാൻജന്റ് ആവുന്ന പോയിന്റ് ബി, അതുപോലെ തന്നെ B2ഉം A3യും ടാൻജന്റ് ആവുന്ന പോയിന്റ് സി, B1 ഐസോക്വാണ്ടും A4 ഐസോക്വാണ്ടും രണ്ടും കൂടി ടാൻജന്റ് ആവുന്ന പോയിന്റ് ഡി. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ABCD നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് കൺസംഷന്റെ കേസിൽ എന്താണ്, നമ്മൾ കൺസംഷൻ കോൺട്രാക്ട് കർവ് ആണെങ്കിൽ ഇവിടെ എന്താണ്, പ്രൊഡക്ഷൻ കോൺട്രാക്ട് കർവ്. ഓക്കെ, കോൺട്രാക്ട് കർവ് കിട്ടുന്നു. കോൺട്രാക്ട് കർവ് എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ടാൻജൻസി അല്ലേ, ടാൻജൻസി ബിറ്റ്വീൻ ടു ഐസോക്വാൻസ്. രണ്ട് ഐസോക്വാണ്ട് ടാൻജന്റ് ആവുന്ന പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് വരക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, കോൺട്രാക്ട് കർവ്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോൺട്രാക്ട് കർവ്. ആൻഡ് ഈ ഓരോ പോയിന്റിലും രണ്ട് ഐസോക്വാണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആണ്. ഓക്കെ, ഈ എയിലും ബിയിലും സിയിലും ഡിയിലും എന്താണ്, രണ്ട് ഫേമിന്റെയും സ്ലോപ്പ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് MRTS L4K of X equal to MRTS L4K of Y commodity. രണ്ട് ഫേമിന്റെയും എന്താണ് സ്ലോപ്സ് ഈക്വൽ ആണ്. രണ്ട് ഫേമിന്റെയും രണ്ട് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എക്സും വൈയും, അതിന്റെ സ്ലോപ്പ് എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് കർവ് ആണ്. കോൺട്രാക്ട് കർവ് റെപ്രസെന്റ് പാരറ്റോ ഒപ്റ്റിമം കണ്ടീഷൻ ഇൻ പ്രൊഡക്ഷൻ.
സോ കോൺട്രാക്റ്റ് കർവിലെ എല്ലാ പോയിന്റ്സ് എന്താണ് പാരറ്റോ ഒപ്റ്റിമം പോയിന്റ്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു പ്രൊഡക്ഷൻ. So efficiency in production, that is factors are so allocated in the production of two commodities X and Y, that is it is not possible to increase the output of one commodity by reallocating factors without causing a ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് അതർ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അലോക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ഫേംസ് ഉണ്ട്, എയും ബിയും, രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്, എക്സും വൈയും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഫേമിന്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ഫേം അതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, കുറക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കണ്ടീഷൻ എന്താണ്, MRTS L4K ഓഫ് എക്സ് ഈക്വൽ ടു MRTS L4K ഓഫ് വൈ. സോ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ക്യാപിറ്റൽ ആണ്, സോറി ലേബർ ആണ്, കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്, ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഫേംസ് ആണ്, എയും ബിയും രണ്ട് ഫേംസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സും വൈ, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഫേം ആണ്, ബി എന്ന് പറയുന്ന ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ആണ്. സോ കോൺട്രാക്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഇവിടെ നമ്മൾ പ്രൊഡക്ഷന്റെ കേസ് ആണെങ്കിൽ രണ്ട് ഐസോക്വാണ്ട്, രണ്ട് ഫേമിന്റെ ഐസോക്വാൻസ് തമ്മിൽ ടാൻജൻസി ഉണ്ടാവും. ആ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വരച്ച ഒരു കർവ് ആണ് കോൺട്രാക്റ്റ് കർവ്. സോ സ്ലോപ്സ് ആർ ഈക്വൽ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. സോ താങ്ക് യു.